കൃപ എന്നുള്ളതായ ആ വിഷയത്തെക്കുറിച്ചുള്ള ആ വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുന്നതായ ചില ചിന്താഗതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനെതിരായിട്ട് ഒത്തിരി കൃപയെ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ കഴിയാതെ ഒരു കൂട്ടം ജനം അതിനെ വേണ്ടാത്തതായ രീതിയിൽ വ്യാഖ്യാനിച്ച് അനേകരെ ആ കൃപയുടെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്ന ഒരു പ്രവണതയിലേക്ക് ഞങ്ങൾ കാണുന്നത് കൊണ്ട് അല്പസമയം നമ്മൾ അതിന് ഒരു തക്കതായ ദൈവവചനത്തിൽ നിന്ന് ഒരു മറുപടി കൊടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബ്രദർ ജോൺ ലോറൻസും ഇവിടെ ഉണ്ട്. നമുക്ക് അല്പസമയം ആ ഡിസ്കഷനിൽ നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്നുള്ള വന്ദനം. പ്രിയ അച്ചാനെ സൂചിപ്പിച്ചതുപോലെ ദൈവകൃപ എന്ന് പറയുന്ന പുതിയ നിയമത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായ ഒരു സത്യത്തെ ശക്തമായ നിലയിൽ വിമർശിക്കുകയും വികലമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് വേദപുസ്തക പ്രകാരം വളരെ താഴ്മയോടും ദൈവഭക്തിയോടും കൂടെ വിശുദ്ധ ബൈബിളിൽ നിന്നൊരു മറുപടി, ചില തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി നിർമ്മലമായി ദൈവത്തെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങളുണ്ട് ഈ ലോകത്ത്. മതത്തിൻ്റെ അന്ധതയിൽ കിടക്കുന്നവരുണ്ട്. മതാന്ധതയിൽ കിടക്കുന്ന ആളുകൾക്ക് ഒരു കൺവിക്ഷന് വേണ്ടി അല്ല, വളരെ ജെന്യൂനായ യേശുവിനെ അനുഗമിക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിനകത്ത് ഒരു പാളിച്ച വരാതിരിക്കാൻ, അവരെ ഇതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ ചില സ്കാൻഡൽസിന് ഞങ്ങൾക്ക് മറുപടി തരുവാനുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഇവിടെ വന്ന് ഒരുമിച്ച് ഡിസ്കഷന് വേണ്ടി ആയിരിക്കുന്നത്. പൊതുവായിട്ട് കൃപ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ വന്നേക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണം ഈ മഹാസത്യത്തെ അറിയേണ്ട നിലയിൽ അറിഞ്ഞില്ല എന്നതാണ്. അപ്പം ദൈവകൃപ എന്ന് പറയുന്ന ഈ സത്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആളുകളിങ്ങനെ വികലമായ നിലയിൽ ഇതിനെ വളരെ ബാഡായിട്ട് യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് ഇങ്ങനെ തുപ്പുന്നത് പോലെയാണ് കൃപയ്ക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. വാസ്തവത്തിൽ ദൈവകൃപയെ ഒരാൾ നിന്ദിക്കുന്ന കാണുമ്പോൾ ഈ അടിയേറ്റ് മുഖത്ത് തുപ്പനുമായിട്ടൊക്കെ നിൽക്കുന്ന യേശു കർത്താവിൻ്റെ മുഖത്ത് വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയി തുപ്പുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടാകാറുള്ളത്. കാരണം ഈ കൃപയെന്ന് പറയുന്നത് ഒരു ഉപദേശമല്ല, നമ്മൾ അവിടെയാണ് ആരംഭിക്കേണ്ടത്. കൃപ വാസ്തവത്തിൽ ഒരു ഉപദേശമല്ലല്ലോ, കൃപ ഒരു വ്യക്തിയാണ്, യേശുവാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് 14-ാം വാക്യം, മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന ഈ യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു കൃപയും സത്യവും കൊണ്ടുവന്നു എന്നൊരു ധാരണ, ഒരു ധ്വനി അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ വേർഡ് ഓഫ് ഗോഡിൽ ഞാൻ ഒരു എബ്രായിക്ക് ഒരു സ്റ്റഡി നടത്തിയ ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ്റെ ഒരു ആർട്ടിക്കിളിൽ ഒരിക്കലും വായിച്ചത്, ഈ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഇത് കൊണ്ടുവന്നു എന്നൊരർത്ഥമല്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ബൈബിളുമായിട്ട് ഇങ്ങോട്ട് വരുന്നു, അപ്പോൾ ബൈബിൾ വേറെ ഞാൻ വേറെ എന്നൊരു അർത്ഥമുണ്ട്. കാരണം ഞാൻ വേറെ, എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ വേറെ, ബൈബിൾ എനിക്കൊണ്ട് നിങ്ങൾ അച്ഛൻ്റെ തരാം. പക്ഷേ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് യേശു വന്നു എന്ന് പറയുമ്പോൾ യേശുനാഥൻ ഈ രണ്ട് സബ്സ്റ്റൻസും കൂടെ നിറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ യേശുക്രിസ്തു വേറെ ആയിരുന്നു, യേശുക്രിസ്തുവിനകത്ത് ഇത് നിറഞ്ഞു എന്നുള്ള ദർശനമുണ്ട്. അല്ല, അപ്പോൾ ഒരു ജൂയിഷ് പണ്ഡിതൻ, ഞാനല്ല, എബ്രായിക്ക് വചനം വ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, ഞാനൊരു പെയിൻറ്റിങ് നടത്തുക, ഒരു വൈറ്റ് ഒരു പ്രതലത്തിൽ ഒരു പെയിൻറ്റ് ചെയ്യുക, ബ്ലാക്കും ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്കും റെഡും വെച്ചുകൊണ്ടൊരു പെയിൻറ്റിങ് നടത്തുക. ഞാൻ ആ ബ്ലാക്കിനെ ആ റെഡിനെ ഇങ്ങനെ എറൈസ് ചെയ്താൽ പിന്നെ അവിടെ ആ പിക്ചർ ഇല്ല. ഒരു വൈറ്റ് പ്രതലത്തിൽ ഒരു പിക്ചർ കറുപ്പും ചുവപ്പും കൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ എറൈസർ വെച്ച് അത് മായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിക്ചറില്ല. അപ്പോൾ പിക്ചർ എന്ന് പറയുന്നത് തന്നെ ആ രണ്ട് കളറാണ്. ആ രണ്ട് കളറിനകത്ത് ക്രമീകൃതമായ നിലയിൽ വരച്ചു വെച്ചതാണ് പിക്ചറായത്. ഇത് രണ്ടും കൂടെ എറൈസ് ചെയ്താൽ പിന്നെ അവിടെ ആ പിക്ചറേ ഇല്ല. അപ്പം ഈ അർത്ഥത്തിലാണ് ആ ജൂയിഷ് പണ്ഡിതൻ അതിന് വ്യാഖ്യാനം കൊടുത്തേക്കുന്നത്. അപ്പം കർത്താവായ യേശു കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു എന്ന് പറഞ്ഞാൽ കൃപയും സത്യത്തെ നമ്മൾ എറൈസ് ചെയ്താൽ പിന്നെ യേശുക്രിസ്തു അവിടെ ഇല്ല. അപ്പം നമുക്ക് യേശുക്രിസ്തു ഇങ്ങനെ കൊണ്ടുവന്ന രണ്ട് സംഭവങ്ങളാണ്. മോശ ഈ രണ്ട് കൽപ്പലയുമായിട്ട് വന്നതുപോലെ യേശു കൃപയും സത്യമായിട്ട് ഇങ്ങോട്ട് വന്നു എന്നൊരു അർത്ഥത്തിൽ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. യേശുവാണ് സത്യം. അപ്പം കൃപയത്തെ സത്യത്തെ നമ്മൾ മാറ്റിയാൽ നമുക്കൊരിക്കൽ പോലും പിന്നെ അവിടെ യേശുക്രിസ്തുവിനെ കാണാൻ പറ്റത്തില്ല. യു കനോട്ട് സീ ജീസസ് ഇൻ ദ മിസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഈ ഭൂമിയിൽ അതാണ് പറഞ്ഞത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. അപ്പം നമ്മുടെ ഇടയിൽ പാർക്കാനുള്ള ദൈവത്തിൻ്റെ ക്വാളിഫിക്കേഷൻ
ഈ രണ്ട് കാര്യങ്ങൾ കൃപയും രണ്ടും ആളായിട്ട് തന്നെ വരണം. അപ്പം ഗ്രേസ് എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു ഉപദേശമല്ല. അതാദ്യം നിർമ്മലമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, ഞാൻ 100% പറയാം, ഇത് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കിത് ഒരുപക്ഷെ പ്രയോജനപ്പെടത്തില്ല. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്, ഒരു റമനൻ്റുണ്ട്. ആ റമനൻറ്റിനോടാണ് വാസ്തവത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ആ റമനൻറ്റിനോട് ഞങ്ങൾ പറയാം, കൃപ ഒരു ഉപദേശമല്ല. കൃപ ഒരു ഉപദേശമാണെങ്കിലേ അതിൻ്റെ ദുരുപദേശം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കൃപ ഒരു പേഴ്സണാണ്. കൃപയും സത്യവും നിറഞ്ഞ യേശു വന്നെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ് കൃപ, യേശു ക്രിസ്തു തന്നെയാണ് സത്യം. ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഉണ്ടാകുന്ന ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. യേശു എന്ന വ്യക്തിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്, ഒരു ഡോക്ടറിനല്ല, വേറെ ഒന്നുമല്ല. യേശു എന്ന പറയുന്ന വ്യക്തിക്കാണ് ഈ ക്രിസ്ത്യൻ ലൈഫിലെ ഏറ്റവും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. അതെ, ന്യൂ ടെസ്റ്റമെന്റിൽ വേർഡ് ഓഫ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാണ്. അപ്പോൾ അക്ഷരത്തിൽ അവർ വായിച്ചു, നമ്മൾ കണ്ണിൽ കണ്ടു. 1 ജോൺ ചാപ്റ്റർ 1 പറയുന്നു, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ അടുത്തറിഞ്ഞു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അപ്പം ഞങ്ങൾ ആ വചനത്തെ തൊട്ടു എന്ന് പറഞ്ഞാൽ യഹൂദൻ പറയും ഞങ്ങൾ ആ വചനം വായിച്ചെന്ന് പറയും. നമുക്ക് പറയാൻ പറ്റും ഞങ്ങളത് തൊട്ടു. അപ്പം വേർഡ് ഇൻ ഫ്ലഷ് ആണ് ന്യൂ ടെസ്റ്റമെൻറ്റ്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവത്തിന് മനുഷ്യനോടുള്ള ദൂത് മൊത്തം യേശു എന്ന വ്യക്തിക്കകത്ത് ഒളിച്ചിരുന്നു. യേശുവിൻ്റെ ജനനം, ജഡാവതാരം, യേശുവിൻ്റെ മരണം, ഇതാണ് മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം. ആ പേഴ്സണാണ്, അതായത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഉപദേശമാണ് ഈ മനുഷ്യരൂപത്തിൽ കാണുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്തിനു ജനിച്ചു, എന്തിനു വേണ്ടി ജനിച്ചു, എങ്ങനെ ജനിച്ചു, എങ്ങനെ മരിച്ചു, എങ്ങനെ ജീവിച്ചു, ആ വ്യക്തിയാണ് ദ വേർഡ്. അതെ, ദ വേർഡ് ഈസ് ദ പേഴ്സൺ itself is the word and the message through that person. Amen. അവൻ്റെ മരണം, അവൻ്റെ ജനനം, അവൻ്റെ പുനരുത്ഥാനം, ഇതാണ് ദൈവവചനം. ബാക്കിയെല്ലാം സ്ക്രിപ്ചർ എന്ന് വേണേൽ പറയാം. സ്ക്രിപ്ചർ, തിരുവെഴുത്ത്. പിന്നെ വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളൊക്കെ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ കയ്യിലില്ലായിരുന്നു. അവർക്ക് പുതിയ നിയമമൊന്നും ഇല്ലായിരുന്നു, അവർക്ക് പഴയ നിയമവും ഇല്ലായിരുന്നു. പഴയ നിയമം പോലും ദേവാലയത്തിനകത്ത് ചുരുളുകളായിട്ടിരിക്കുക. 150 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലൊരു ഫുൾ ബൈബിൾ സഭയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഈ 150 വർഷം, 1.5 നൂറ്റാണ്ട് സഭ എങ്ങനെ ജീവിച്ചു? സഭ ദൈവത്തിൻ്റെ യേശു ക്രിസ്തു എന്ന ആളിൻ്റെ ആ മഹത്വത്തിലാണ് ജീവിച്ചത്. അവരെ ആത്മാവ് നയിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നുണ്ട്. കാരണം നമുക്കിന്ന്, എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ആത്മാവിൽ നയിക്കപ്പെടാൻ പറ്റാത്തവർക്ക് വെച്ചേക്കാന്ന് ഞാൻ തോന്നുന്നു വേദവസ്തത്തിലെ വാക്യം. ആത്മാവിലൊരു മനുഷ്യൻ നയിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ നയിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് വേർഡ് ഓഫ് ഗോഡ് അനുസരിച്ചായിരിക്കും അവൻ നയിക്കപ്പെടുന്നത്. കാരണം വേർഡ് ഓഫ് ഗോഡ് അനുസരിച്ച് ആത്മാവിനെ നയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പ്രൂവ് ചെയ്യേണ്ട ഒരു സത്യം, ഗ്രേസ് ഈസ് നോട്ട് എ ഡോക്ട്രിൻ, ഗ്രേസ് ഈസ് എ പേഴ്സൺ. സോ കൃപയുടെ ഉപദേശം എന്ന് ഒരുപക്ഷെ വികലമായിട്ട് ലോകത്തിൽ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ വായി അടയ്ക്കാനോ എല്ലാവരെയും നോക്കി അത് തെളിയിക്കാനോ അല്ല ഞങ്ങളുടെ പ്രഥമമായ ശ്രമം. വാസ്തവത്തിൽ വാട്ട് വി ആർ പ്രീച്ചിങ്, വാട്ട് വി ആർ ട്രൈ ടു പ്രീച്ച്, എന്താ ഞങ്ങൾ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് എന്നത് യേശു ക്രിസ്തു എന്നൊരാളിൻ്റെ കൂടെയുള്ള ജീവിതമാണ് ക്രിസ്ത്യാനിത്വം എന്നാണ്. ഞാൻ സ്നാനം ഇട്ടിട്ടുണ്ട്, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, ഞാൻ വേർപെട്ടവനാ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദർ തെരേസ എന്ന് പറയുന്ന ആൾ, ഷീസ് എ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി വിഷമം തോന്നുമായിരിക്കും. പക്ഷേ മദർ തെരേസ എന്ന് പറയുന്ന ആൾ യേശു ക്രിസ്തുവിൻ്റെ ആ സഭയാകുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അവരുടെ ഡോക്ട്രിൻ തെറ്റാണ്, നമ്മളത് അംഗീകരിച്ചു. ഡോക്ട്രിൻ മാറ്റർ വരുമ്പോൾ ദർ ഇസ് എ മിസ്റ്റേക്ക് ഈസ് ദെയർ, പക്ഷേ ലൈഫ് ഈസ് കറക്റ്റ്. ഇപ്പം ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഈസ് ദ പാർട്ട് ഓഫ് ബ്രെയിൻ, ലൈഫ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ സ്പിരിറ്റ്. അപ്പം ഉപദേശം കൃത്യമാണ്, പക്ഷെ ജീവിതം കൃത്യമല്ലാത്തവൻ നരകത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന പരീശന്മാരുടെ ഉപദേശം കൃത്യമാണ്. അക്ഷരത്തിൽ നിന്ന് പോലും അവർ മാറത്തില്ല, വള്ളിയെ പുള്ളിയെ മാറത്തില്ല. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്ന ഒറ്റ പ്രമാണം വെച്ചിട്ട് അവർ 2600 പേജ് മിഷ്ന എഴുതി വെച്ചു. ഏതാ ശബത്തിന് വേണ്ടി 2600 പേജ് എഴുതി. ശബത്ത് എന്ന് പറഞ്ഞ ഒറ്റ ഒരു പ്രമാണത്തെ കാണിക്കാൻ ദൈവം പോലും പറയാത്ത കാര്യങ്ങൾ അവർ എഴുതി വെച്ചു. അപ്പോൾ ഇവരുടെ വിചാരം ഈ നിയമത്വം ഇങ്ങനെ കഠിനമാക്കിയാൽ ദൈവപ്രസാദം കിട്ടുമെന്ന്. യേശുനാഥനെടുത്ത് ദൂരെ കളഞ്ഞതിനെ കർത്താവ് എടുത്ത് ദൂരെ കളഞ്ഞു. കർത്താവ് വാസ്തവത്തിൽ ഒരു നിയമവും മനുഷ്യൻ നിമിത്തമല്ല വന്നത്.
അല്ല, മനുഷ്യ നിമിത്തമാണ് നിയമം വന്നത്. അതായത് നിയമം നിമിത്തമല്ല മനുഷ്യൻ വന്നത്. മനുഷ്യനേക്കാളും വലിയൊരു നിയമമില്ല ഭൂമിയിൽ. അതും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാനിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഈ ആദാമ്യ വർഗത്തിൻ്റെ ആദ്യത്തെ മനുഷ്യനായ ആദാം ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണ് നന്മ തിന്മ കൊണ്ട് ജീവിക്കേണ്ടതായ ഒരു മാനവ ജാതി ആദാമിൽ കൂടെ ഉളവായത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് നന്മ തിന്മകളുടെ കുറിച്ചുള്ള അറിവിൻ്റെ ഒരു അനന്തരഫലം തന്നെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കുവാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആദാമ്യ പാപം കൊണ്ട് ആ ജീവനിൽ നിന്ന് അകന്നു, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന മാനവജാതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന മാനവജാതി. എന്നാൽ യേശു അകത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവനിലേക്ക് കടന്നു കഴിഞ്ഞാൽ, യേശുവിൻ്റെ ലൈഫ് കൊണ്ടാണ് ഇനിയും ക്രിസ്ത്യൻ ലൈഫ് നടത്തുന്നത്. ഇനിയും ബാഹ്യമായ നിയമങ്ങളോ ബാഹ്യമായ പ്രമാണം കൊണ്ടല്ല. യേശു അകത്തുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. യേശു നമ്മുടെ കൂടെ യേശു ഉണ്ടെന്നുള്ള ആ ഒരു പ്രസൻസ്, ആ ഒരു അറിവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. എൻ്റെ കൂടെ യേശു ഉണ്ട്. നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ യേശുനാഥൻ കൂടെ ഇരിക്കുക മാത്രമല്ല, ഹീസ് ഹെൽപ്പിംഗ് അസ്, ഹീസ് ഗൈഡിങ് അസ്, നമ്മളെ നടത്തുന്നു. നമ്മുടെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈഫിലും യേശു ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ലൈഫേ ഒരു മനുഷ്യൻ നയിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, അച്ഛനെ ഞാൻ എൻ്റെ മകൻ്റെ കയ്യിലൊരു ലിസ്റ്റ് കൊടുത്ത് വിടുന്നതാണോ വലുത്, ഞാൻ അവൻ്റെ കൂടെ പോകുന്നതാണ് വലുത്? കൂടെ പോയാലേ പറ്റത്തുള്ളൂ. അവൻ ലിസ്റ്റ് ഒരു പക്ഷേ മറന്നുപോയാൽ, അവൻ അതിനകത്ത് എൻ്റെ ആബ്സെൻസിൽ അത് തെറ്റിയാൽ അവൻ അപകടം. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. അപ്പം ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം രണ്ടാമത് നമ്മൾ ഇതിനകത്ത് ഇനിയും പറയേണ്ട ഒരു കാര്യം, കുറച്ച് അലിഗേഷൻസ് ഈ വിഷയങ്ങളെക്കുറിച്ചുണ്ട്. അപ്പോൾ നമ്മളൊരു ഇതായിട്ട് പറയാണ്, കൃപ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ലൈഫിനാൽ ജീവിക്കുകയാണ്. ഇനിയും പരിശുദ്ധാത്മാവാണ് ഓരോ സ്റ്റെപ്പിലും ആ വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ന്യായപ്രമാണത്താലല്ല, ന്യായപ്രമാണം എന്ന് പറഞ്ഞത് ബാഹ്യമായ ഗൈഡൻസിൽ കൂടാണ് അകത്തോട്ട് വരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൽ വീണ്ടും ജനിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവനകത്ത് യേശുവാണ്. ഇനിയും യേശുവിൻ്റെ ലൈഫിലാണ് അവൻ വാഴുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറഞ്ഞത്, ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലീവ് ബട്ട് ക്രൈസ്റ്റ്. ഈ ക്രൈസ്റ്റ് ലീവ് ചെയ്യുന്നതിനാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞത്. ലെറ്റിംഗ് ക്രൈസ്റ്റ് ലീവ് ത്രൂ മീ, നോട്ട് മീ എനിമോർ. Because if I live, I'm going to live according to the laws and regulations. But if Christ live through me, I'm letting Christ live through me. That is the Christian life. അതാണ് കൃപയെന്ന് പറയുന്നത്. ആമേൻ. ഒരു കാര്യം കൂടെ നമുക്കവിടെ സൂചിപ്പിക്കാനുള്ളത്, കാരണം അറിയേണ്ട ഒരു കാര്യം, ന്യായപ്രമാണം സീനായുടെ മുകളിൽ ദൈവം അവൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. ദൈവം ദൂതന്മാർ മുഖാന്തരം കൊടുക്കുകയാണ്. അപ്പം വാസ്തവത്തിൽ അന്ന് താഴെ 3000 പേർ കൊല്ലപ്പെടുക. അല്ലെങ്കിൽ അക്ഷരമായി കുത്തിയ പ്രമാണം വെളിപ്പെട്ടപ്പോൾ അതവർക്ക് ജീവനല്ലായിരുന്നു, മരണമാണ് കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ അവിടെ കാണുന്ന അക്ഷരത്തിൻ്റെ പ്രമാണമാണ്. പക്ഷേ പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് 3000 പേര് രക്ഷിക്കപ്പെടാൻ കാരണം ആത്മാവ് ഇറങ്ങി വരിക. അപ്പം ഒരിടത്ത് പ്രമാണം വരുന്നു, മറിടത്ത് ആത്മാവ് വരുന്നു. രണ്ടേ വ്യത്യാസം നോക്കിക്കോണേ. ഒരിടത്ത് ജീവിക്കാനൊരു മാർഗം കാണിച്ചു വരുന്നു, മറുഭാഗത്ത് ജീവൻ കയറി വരുന്നു. കറക്റ്റ്. ആ 3000 എന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് ദൈവം കൊണ്ട് അവിടെ 3000 മരണം, ഇവിടെ 3000 പേര് ജീവൻ പ്രാപിക്കുകയാണ്. അതൊക്കെ കർത്താവ് നമ്മളെ ഒരു രീതിയിലും ഇതിന്റെ പൊരുളും നിഴലും മനസ്സിലാക്കാത്ത ഒരു യുഗമായി തിരിക്കുവാൻ വേണ്ടിയാണ് അത്ര ക്ലിയർ ആയിട്ട് ദൈവം ഇത് വെച്ചേക്കാണ്. ഈ ഭാഗത്തൊരു നിഴൽ വെച്ചിട്ട് ഇതിന്റെ പൊരുളിനെ ഇവിടെ കൊണ്ട് കാണിച്ചേക്കുക. മക്കളെ, അവിടെ നിയമം വന്നപ്പോൾ 3000 പേർക്ക് മരണം നടന്നെങ്കിൽ ജീവൻ വന്നപ്പോൾ 3000 പേർ ജീവൻ പ്രാപിച്ചു. മരിച്ചു കിടന്ന് 3000 പേർ ജീവൻ പ്രാപിച്ചു. അതിനേക്കാളും വരെ മനോഹരമായ സത്യമുണ്ട്. ഈ നിയമം വന്നപ്പോൾ താഴെ ഇന്ന് ജനങ്ങൾ പറയുന്നൊരു പദമുണ്ട്, മോശം ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഇനി ഞങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പം ഭയം വരിക. അപ്പം ദൈവം മുകളിൽ നിന്ന് ഇവരോട് പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടുവല്ലോ എന്ന്. ഒരു വലിയ ട്രൂത്താണ്. ദൈവം സംസാരിച്ചത് അവർ കണ്ടെന്ന്, കേട്ടെന്നാണ് എഴുതിയേക്കുന്നത്, കണ്ടെന്ന. അപ്പോൾ ഇവർക്ക് കാണാൻ പറ്റുന്ന നിലയിലാണ് ഈ അക്ഷരം വെളിപ്പെട്ട് വന്നത്, ഭയാനകമായ നിലയിലാണ് വന്നത്. അപ്പം അവിടെ വാസ്തവത്തിൽ ന്യായപ്രമാണത്തിൽ വാസ്തവത്തിൽ വാ തുറന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം വാ തുറന്നു, മനുഷ്യൻ ചെവി തുറന്നു. അപ്പം മനുഷ്യനെ കുറിച്ചുള്ള കാര്യം പറയാൻ ആ ദൈവം പ്രമാണമായിട്ട് വന്നത്. അവിടെ ദൈവത്തിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ ചെയ്യണം. നിയമത്തിൽ ദൈവം വാ തുറന്നു, മനുഷ്യൻ ചെവി തുറന്നു.
ന്യായപ്രമാണത്തിൽ കഴിഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അവിടെ വാ തുറന്നത് ദൈവമല്ല, അവിടെ ആത്മാവ് ഓരോരുത്തരുടെ മേൽ വന്നിറങ്ങി വിശുദ്ധന്മാർ വാ തുറന്നപ്പോൾ ബഹുജാതികൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന പല ഭാഷക്കാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഈ വന്നിരുന്ന 120 പേരാണെന്നാണ് പറയുന്നത്, പക്ഷേ 120 പേരാണെന്ന് നമുക്ക് ബൈബിളിലെങ്ങും ഇല്ല കേട്ടോ. അതൊരു വലിയ വിവാദമാക്കേണ്ട വിഷയമല്ല. കാരണം 120 പേര് പെന്തിക്കോസ് നാളിൽ അവിടെ കൂടിയിരുന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? 1-ാം അധ്യായത്തിൽ മാളിക മുറിക്കകത്ത് 120 പേര് കൂടിയുന്നുണ്ട്. പെന്തിക്കോസ് നാളിൽ മാളിക മുറിക്കകത്ത് അല്ലല്ലോ ഇരിക്കുന്നത്. അതൊരു വലിയ വിവാദമാക്കേണ്ട വിഷയമല്ല, കാരണം നമുക്കൊരു യാഥാർത്ഥ്യമാണത്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം 120 പേരുടെ മേലെ നമ്മൾ പറയുന്നത് അങ്ങനെ അല്ല. അവിടെ അവൻ്റെ ശിഷ്യന്മാർ അവരൊരുമിച്ച് കൂടിയിരുന്നപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റിലാണ് അവരത് എടുക്കുന്നത്. ആത്മാവ് ഇറങ്ങി വരുന്നു, എല്ലാവരും ആത്മാവിൻ്റെ അന്യഭാഷ സംസാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു ദൈവത്തിൻ്റെ കാര്യം ഇവർ പറയുന്നത്. പെന്തിക്കോസ് നാളിൽ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു ജനം, ന്യായപ്രമാണം വന്നതിൻ്റെ അന്ന് ജനത്തിൻ്റെ കാര്യം ദൈവം പറഞ്ഞു. നീ ശരിയാവണം, നീ നന്നാവണം, നീ അങ്ങനെ ആവണം, നീ ഇങ്ങനെ ആവണം, ഇതിലോ. കൃപയുടെ വന്നപ്പം യേശു മരിച്ചു, യേശു രക്തം ചിന്തി, യേശു വീണ്ടെടുത്തു, യേശു പാവങ്ങൾക്ക് മോചനം വരുത്തി, യേശു കാൽവരികളെല്ലാം ചെയ്തു. ഇത് പുതിയ നിയമം. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മോശ സീനായി പർവ്വതത്തിൽ ദൈവത്തിന്റെ കൽപ്പന വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനല്ലാതെ വേറൊരു ദൈവത്തെയും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ നിമിഷത്തിൽ തന്നെ താഴെ അവിടെ ലംഘിച്ചു കഴിഞ്ഞു. ന്യായപ്രമാണം ലംഘനം ഉളവാക്കുന്നു. കാരണം പാപം എവിടെയാണെന്നല്ലോ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 പറയുന്നത്, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ്. അപ്പം നമ്മൾ എത്രത്തോളം നിയമം പ്രസംഗിക്കുന്നു, നമ്മൾ വിചാരിക്കും വിശുദ്ധീകരണം വിശുദ്ധീകരണം അവിടെ നടക്കുന്നില്ല. അവിടെ പാപത്തിന്റെ റിവൈവൽ ഉണ്ടാകുക, സിൻ റിവൈവൽ ഉണ്ടാകുക. ആക്ച്വലി റിവൈവൽ എന്നുള്ളൊരു വാക്ക് ദൈവവചനത്തിനകത്ത് റിവൈവ് എന്നുള്ളൊരു വാക്യം റോമൻ 7 മാത്രമേ ഉള്ളൂ. ആ റോമൻ 7 ബന്ധപ്പെട്ട അത് പാപവുമായിട്ടാണ്, സിൻ റിവൈവലാണ് നടക്കുന്നത്. അപ്പം എവിടെ ന്യായപ്രമാണം പ്രീച്ച് ചെയ്തോ അവിടെ സിൻ റിവൈവൽ നടക്കുകയാണ്. അപ്പോൾ സിൻ എന്ന് പറയുന്നത് ശരിയായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സിൻ എന്ന് ഉദ്ദേശിക്കുന്നത് യേശു അകത്ത് വന്നിട്ട് യേശുവിൻ്റെ ലൈഫിൽ ജീവിക്കാതെ വീണ്ടും ബാഹ്യമായ പ്രമാണത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഒരു വിധത്തിൽ വിശ്വാസിയുടെ സിൻ. അകത്ത് യേശു ഇരിക്കുമ്പോൾ ആ യേശുവിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം എഫർട്ടിൽ നമ്മൾ ചിലത് പാലിക്കാൻ ശ്രമിക്കുക. ഇത് ലെറ്റ് ജീസസ് ലീവ് ത്രൂ യു. ഈ ക്രിസ്തീയ ജീവിതം വാസ്തവത്തിൽ ഞാൻ നയിക്കുന്ന ജീവിതമല്ല, ക്രിസ്തു എന്നിലൂടെ നയിക്കുന്ന ജീവിതമാണ്. പോൾ പറയുന്ന ഒരു വാചകം വളരെ മനോഹരവും പ്രസക്തമാണ്. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ നിയമാധിഷ്ഠിത ജീവിതം വാസ്തവത്തിൽ എക്സ്റ്റേണൽ ഹോളിനെസ്സെ കൊണ്ടെടുത്തുള്ളൂ. നിയമാധിഷ്ഠിത ജീവിതം കൊണ്ട് ഒരു മനുഷ്യന്റെ നുണ പറച്ചിൽ മാറത്തില്ല, കുറ്റം പറച്ചിൽ മാറത്തില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സിന്റെ ജോലി എന്ന് പറഞ്ഞാൽ, ഒരു ബാഡ് ഫ്രൂട്ട് ഉണ്ടായാൽ അവർ കത്തിയുമായിട്ട് വന്നങ്ങ് വെട്ടിക്കളയും. ഏലിയാവ് അങ്ങോട്ട് വന്നിട്ട് കത്തി വെച്ചിട്ട് ഈ ശിഖരങ്ങൾക്കകത്തുള്ള ഫ്രൂട്ട് വെട്ടിക്കളയാം. സ്റ്റിൽ ആ വൃക്ഷം അവിടെ ഉണ്ട്. പക്ഷേ യേശു അപ്പം വന്നിട്ട് പറയുകയാണ്, ജീസസ് വന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്ന, നോട്ട് ഇൻ ദ ബ്രാഞ്ചസ്. ന്യൂ ടെസ്റ്റമെന്റ് ആക്സ് ഇൻ ദ റൂട്ടാണ്. ഇപ്പം കർത്താവ് കാൽവറി വന്നിട്ട് അവൻ്റെ മരണം കൊണ്ട് എൻ്റെ പാപ സ്വഭാവത്തിനൊന്നും അല്ല മാറ്റം വരുത്തിയത്, പാപത്തിൻ്റെ റൂട്ടിന് കർത്താവ് കത്തിവെച്ചു. പാപത്തെ എറാഡിക്കേറ്റ് ചെയ്തു. ആ റൂട്ടോടെ മൊത്തം എടുത്തങ്ങ് മാറ്റി. അത് വിശ്വസിക്കുന്നവരുടെ മേലിൽ ഇത് വ്യാപരിക്കുന്നുണ്ട്. ന്യൂ ടെസ്റ്റമെന്റ് ഈസ് നോട്ട് ഫോർ ഡൂയിങ്, ഈസ് ഫോർ ബിലീഫ്. വിശ്വസിക്കാൻ വേണ്ടിയുള്ളതാണ് ആക്ച്വലി പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ. ഈ ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ വാസ്തവത്തിൽ ദൈവം ഒരു കഴിവില്ലാത്ത എനിക്ക്, യോഗ്യതയില്ലാത്ത എന്നോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ ദയവും, എനിക്ക് തോന്നുന്നു അൺമെറിറ്റഡായ ഒരു യോഗ്യത നോക്കാതെ തമ്പുരാൻ എൻ്റെ മേൽ പകരുന്ന ഒരു തമ്പുരാൻ്റെ ഒരു പ്രത്യേക ഒരു എബിലിറ്റിയാണ് ഈ ദൈവകൃപയെന്ന് പറയുന്നത്. ആക്ച്വലി എനിക്ക് പറ്റാത്ത കാര്യം ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇന്ന് നമ്മളെ കേൾക്കുന്ന ആരായിരുന്നെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവകൃപ ഒരിക്കലും നിങ്ങളെ പാപത്തിലേക്ക് നയിക്കത്തില്ല. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മളത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും കൃപ നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുകയില്ല. കൃപ ടീച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയും പാപത്തിന് ലൈസൻസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. അല്ല, അങ്ങനെ ഒരു കേൾവി വരുന്നെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല. പക്ഷേ ഗ്രേസ് പ്രസംഗിക്കുന്നവരുടെ ലൈഫ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഞങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങളെ ചലഞ്ച് ചെയ്യാം. ഈ CD കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്. ഞങ്ങളുടെ ലൈഫ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞങ്ങൾ ഒരു തുറന്ന പുസ്തകമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്നലെയുടെ ജീവിതങ്ങളിൽ 100 കണക്കിന് തെറ്റുകൾ നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ വന്നിട്ടുണ്ട്. പബ്ലിക്ക് പറയുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല, കാരണം മുഖംമൂടി ഇടേണ്ട ആവശ്യത്തിനകത്തില്ല.
പക്ഷേ ക്രിസ്തീയ ജീവിതം വളരെ ശക്തിയോടും വിശുദ്ധിയോടും ജീവിക്കാൻ പറ്റുമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് ഈ മഹാകൃപയുടെ കീഴിലെത്തിയപ്പോഴാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഈ ന്യായപ്രമാണത്തിൻ്റെ അതുപോലെ ജീവിക്കണമെന്ന് വളരെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന പോലെ ജീവിക്കണം. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം, അനേക നാളുകൾ ശ്രമിച്ചിട്ടൊന്നും ഇത് നടക്കുന്നില്ല. എനിക്കൊരു ബാഹ്യമായിട്ട് എനിക്ക് വേറൊരാളുടെ മുമ്പിൽ വെച്ച് നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഇവൻ നല്ല വിശുദ്ധനായിട്ട് ജീവിക്കുന്നൊക്കെ ആരും എന്നെക്കുറിച്ച് പറയത്തില്ല. പക്ഷേ ഈ ഡീപ്പ് ഇൻസൈഡ് ഓഫ് മീ ഐ ഓൾവേസ് ഹാവ് like I didn't meet that standard. അപ്പം the end of the day is like, oh, I'm short of everything in front of God. Sure. പക്ഷേ എന്നാൽ കൃപയിൽ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു അതർ സൈഡ് നമ്മൾ കാണുന്നത്. ആക്ച്വലി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് റിപ്പീറ്റഡ്ലി നമ്മൾ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു വ്യക്തി അവൻ്റെ end to the self-ലേക്ക് വരികയാണ്. You come to the end of yourself and completely surrendering their life to Jesus and saying, Lord, I tried everything in my life, but I couldn't meet the standard that you're looking for. And യേശു ആണ് മനുഷ്യന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. കൃപ പ്രീച്ച് ചെയ്യുന്നവരെല്ലാം യേശുവിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവനെ ഒരിക്കലും പാപത്തിലേക്ക് ജീവിക്കുവാനുള്ള ഒരു അനുമതി നൽകുകയല്ല എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ള അൾട്ടിമേറ്റ് ഗോൾ എന്താ? നമ്മൾ പ്രസംഗിക്കുന്നതിൻ്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ബി എ പാർട്ടേക്കർ ഓഫ് ദ ഡിവൈൻ നേച്ചർ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപരാകുക. അതാണ് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ സ്വർഗത്തിൽ പോവുക എന്നുള്ള ലക്ഷ്യമില്ല. ഞാൻ ആ വിഷയങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. ഒന്ന്, ഞാൻ ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പേരുകൾ പറയാതെ തന്നെ നമുക്ക് വ്യക്തികളെ ആക്ഷേപിക്കാതെ നമുക്ക് ഈ വ്യക്തികൾ പറയുന്ന കുറച്ച് സ്കാൻഡൽസ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ ശ്രേഷ്ഠനായ ദൈവാസൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് താൻ പറയുന്നൊരു കാര്യം, അന്ത്യകാല സംഭവങ്ങൾ എന്നൊരു വിഷയത്തിൽ താൻ പറയുന്നൊരു കാര്യം, ഈ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തെങ്ങാണ്ട് ഒരു 4 ദൂതന്മാരെ കെട്ടിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണാൻ പറ്റും. കാഹളം 6ാം കാഹളം ഊതിയപ്പോൾ ഈ ദൂതന്മാരെ അഴിച്ചു വിട്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിനനുസരിച്ച് 6ാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞു. 1, 2, 3, 4, 5 കാഹളം ഊതിയത് എപ്പോഴാണെന്ന് ചോദിക്കരുത്. അതിനൊക്കെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 6ാം കാഹളം ഇനി ഊതിക്കഴിഞ്ഞു. 6ാം കാഹളം ഊതിയപ്പോൾ ദൂതന്മാരെ അഴിച്ചു വിട്ടു. ഈ ദൂതന്മാരെ അഴിച്ചു വിട്ടപ്പോൾ ആ ദൂതന്മാരുടെ ഇൻഫ്ലുവൻസിൽ വന്ന മിനിസ്ട്രിയാണ് കൃപയുടെ ഉപദേശമെന്ന് താനിങ്ങനെ സ്ഥാപിക്കുകയാണ്. അതിന് താനെ കൊണ്ടുവരുന്നൊരു അല്ല, അങ്ങനെയാണെങ്കിൽ ആ ദൂതനെ പൗലോസ് കൃപയുടെ ശുശ്രൂഷ ഇറക്കുന്നതിന് മുമ്പേ ദൂതനെ അഴിച്ചുവിടണമായിരുന്നു. പക്ഷെ അത് പിന്നെ ഇടയ്ക്ക് പിടിച്ച് കെട്ടിയതായിരിക്കും. വേറൊരു സംശയമുണ്ട്. സാധാരണ ആൾക്കാർക്കുള്ളൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, കൃപയെന്ന് പറയുന്നത് ഒരു പുതിയൊരു ടീച്ചിങ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൽ വെറും തെറ്റിദ്ധാരണ. ഇത് അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 2000 വർഷം മുമ്പേ ടീച്ച് ചെയ്ത് അതിനുശേഷം സഭ ഈ ഡാർക്ക് ഏജിലേക്ക് പോയപ്പോൾ ആ വെളിപ്പാടിൽ നിന്ന് മാറിപ്പോയ ആ സെയിം വെളിപ്പാടിലേക്ക് വരുന്നതാണ് അന്ത്യകാലത്ത് ഈ കൃപയുടെ ആ വെളിപ്പാടിലേക്ക് ജനം വരുന്നത്. അതെ അതെ. കാരണം ഈ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന സമൂഹത്തിന് ആകെയുള്ള പ്രായം 100 വർഷമാണ്. ഈ 1-ാം നൂറ്റാണ്ടിലെ അവകാശവാദം എനിക്ക് തോന്നി പെന്തിക്കോസ് എന്ന പേരിട്ടത് തന്നെ ഞങ്ങൾ ആദ്യ നൂറ്റാണ്ടിലെ ആളുകളാണ് പറയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം പെന്തിക്കോസ് നാളിൽ ആരംഭിച്ച സഭയല്ല നമ്മളിന്ന് കാണുന്ന പെന്തിക്കോസ് സഭകൾ. കാരണം അന്നത്തെ പെന്തിക്കോസ് സഭയിൽ പൊളിറ്റിക്സ് ഇല്ല. അന്ന് ആരംഭിച്ച സഭയ്ക്കകത്ത് പരസ്പര ബഹളമില്ല. അവിടെ എഴുതി വെച്ചേക്കുന്ന എല്ലാവരും ഏക മനസ്സുള്ളവരെന്ന്, സ്നേഹമുള്ളവരാണ്, ദൈവശക്തിയുടെ ഡെമോൺസ്ട്രേഷനാണ്. ഏറ്റവും യേശുക്രിസ്തു ജീവിക്കുന്നെന്ന് ലോകം കണ്ടത് ആ സഭയ്ക്കകത്തൂടാണ്. അപ്പോൾ ഇന്നത്തെ സഭയെ നമുക്ക് ആദ്യ നൂറ്റാണ്ടിലെ സഭയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നിലവിലിരിക്കുന്ന പെന്തിക്കോസ് സമൂഹത്തിൻ്റെ ആയുസ് അല്ലെങ്കിൽ അവരുടെ ചരിത്രം പഠിച്ച 100 വർഷത്തെ അതിന് മുമ്പ് സഭ ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃപ എന്ന് പറയുന്ന ഒരു പുതിയ നവീന ഉപദേശമൊന്നുമല്ല. ഒരിക്കലും പൗലോസിലൂടെ കർത്താവ് കൊണ്ടുവന്നു. അതിൻ്റെ യഥാർത്ഥ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സെന്റ് അഗസ്റ്റിൻ രംഗത്ത് വന്നു. സെന്റ് അഗസ്റ്റിന് ശേഷം മാർട്ടിൻ ലൂതർ, കാൽവിന്, മറ്റ് ഒത്തിരി ശ്രേഷ്ഠന്മാരായ റിഫോമിസ്റ്റ് രംഗത്ത് വന്നു. ഇരുണ്ട യുഗത്തിൽ നിന്ന് സഭയെ ദൈവം കൃപയാൽ ഇങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് പെന്തിക്കോസ്റ്റൽസ് മൂവ്മെന്റ്. പെന്തിക്കോസ്റ്റ് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പെന്തിക്കോസ്റ്റിനകത്ത് എക്സ്പീരിയൻസ് ആണ്. എല്ലാത്തിനും അനുഭവമാണ്. ഇപ്പം യേശുവിൻ്റെ ആത്മാവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തന്നെ കൈ ഇങ്ങനെ പെരുപ്പിച്ചിട്ട് പറയും ആത്മാവുണ്ടെന്ന് പറയും. പക്ഷേ ആത്മാവ് അതിൽ പെരുപ്പല്ല. ഞാനിങ്ങനെ കൂടുതൽ തുള്ളുവാണെങ്കിൽ ആത്മാവെന്ന് പറയാം. കൂടുതൽ തുള്ളുന്നതല്ല ആത്മാവ്, പരിശുദ്ധാത്മാ. അങ്ങനെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു,
അളവ് കൂടാതെയല്ലോ ദൈവം അവനെ അഭിഷേകം ചെയ്യുന്നത്. അളവ് കൂടാ. അപ്പം പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നതിനേക്കാളും അളവ് കൂടാതെ, അങ്ങനെ അതിൻ്റെ ഞാൻ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു യോർദാൻ്റെ നദിയിൽ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ വന്നെന്നാണ് ഞാൻ ചോദിച്ചോട്ടെ, ഈ ആത്മാവ് യേശു ക്രിസ്തുവിൻ്റെ മേലിറങ്ങി വന്നപ്പോൾ യേശു വെള്ളത്തിൽ കിടന്ന് ചാടിയോ? ഒന്നും ഇത് സത്യത്തിൽ എന്താണ് ഇന്നത്തെ രീതിയിൽ ആത്മാവിനെ പ്രാപിക്കുന്നത് പോലെ യേശു കാണിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞ് സ്വർഗത്തിൽ നിന്നൊരു പ്രാവ് ഇറങ്ങുന്ന ആത്മാവ് ഇറങ്ങി വരിക, അളവ് കൂടാതൊരു അഭിഷേകം അവൻ്റെ മേൽ വന്നു. അവൻ അവിടെ കിടന്ന് യോവനാനെ മറിച്ചിട്ട് അവിടെ നിന്ന് പരീക്ഷന്മാരുടെ അടുത്ത് വെള്ളത്തിൽ കിടന്ന് ചാടി നീന്തി തുടിച്ച് അങ്ങനെ പോയെന്നുണ്ടോ? ആക്ച്വലി എന്താ വെച്ചാൽ ഞാനതിന് മനസ്സിലാക്കുന്നത്, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവം നമ്മളെ മുന്നമേ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നതായ ആ പ്ലാൻ ആൻഡ് പർപ്പസിലേക്ക് നമ്മളെ നയിക്കുകയോ ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഐ വോണ്ട് ടു ടെൽ യു പീപ്പിൾ, വി ബിലീവ് ഇൻ ട്രിനിറ്റി, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. പക്ഷേ ഇന്ന് അവിടുത്തെ ഒരുപാട് ആളുകളുടെ ട്രിനിറ്റി ഫാദർ, സൺ ആൻഡ് നോയ്സി സ്പിരിറ്റാണ്. ഒത്തിരി ബഹളമുണ്ട്, ആത്മാവുണ്ടെന്ന്. പക്ഷേ ആറ്റം ബോംബ്, ഞാൻ ചോദിച്ചു, ആറ്റം ബോംബ് എത്ര പവർഫുൾ ആണല്ലേ? അത് എവിടെയോ ഒരിടത്ത് കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുമല്ലേ? അത് ആറ്റം ബോംബ് ഇങ്ങനെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? അവർ അതിനെ കൊണ്ട് എവിടെയെങ്കിലും ഇടാമെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഇതുപോലെയാണ് ആത്മനിറവുള്ളവൻ്റെ ശക്തി ബാഹ്യപ്രകടനമല്ല. വന്നാലും കുഴപ്പമില്ല. നമ്മൾ പക്ഷേ നമ്മുടെ പ്രശ്നം ബാഹ്യപ്രകടനം മാത്രമേ ഉള്ളൂ. അതാ പ്രശ്നം. അതൊരു സൈനായിട്ട് എടുക്കരുത്. കാരണം ഞാൻ തുള്ളിക്കോ നീ ചാടിക്കോ, പക്ഷെ അത് നീ ആത്മശക്തിയാന്ന് പറയുന്നത്. ആത്മശക്തി എന്ന് വരേണ്ടത് പാപത്തിന്റെ സാഹചര്യം വരുമ്പോൾ നീ പൊട്ടിത്തെറിക്കണം. ചെകുത്താൻ നിന്നെ അടിമയാക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ നീ പൊട്ടിത്തെറിക്കണം. വേൾഡ് സിസ്റ്റം നിന്നെ വലിച്ചോണ്ട് പോകുമ്പോൾ നീ അവിടെ പൊട്ടിത്തെറിക്കാൻ ആത്മാവ് വരേണ്ടത്, അല്ലാതെ സഭാകൊള്ളാത്തിരുന്ന് പൊട്ടിത്തെറിക്കാനല്ല. ഞാൻ കണ്ട കാര്യം, ഈ അകത്ത് കിടന്ന് പൊട്ടിത്തെറിച്ച പലരും കൺമോഹത്തെ ജയിക്കാൻ പറ്റിയിട്ടില്ല.